അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. സ്നേഹമുള്ളവരെ, ജൂലൈ മാസം 24-ാം തീയതി അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ശീർഷകത്തിൽ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കുവാനുള്ള ആഹ്വാനമാണ് UAE ജുമുഅ ഖുതുബ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വആമിനൂ ബിറസൂലിഹി യുഅ്തികും കിഫ്ലൈനി മിർ റഹ്മതിഹി. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിന്റെ ദൂതരിൽ വിശ്വസിക്കുകയും ചെയ്യുക. എങ്കിൽ അള്ളാഹു അവന്റെ കാരുണ്യത്തിന്റെ 2 വിഹിതം നിങ്ങൾക്കു നൽകും. മാത്രമല്ല, വയജ്അൽ ലക്കും നൂറൻ തംശൂന ബിഹി, നിങ്ങൾക്ക് മുന്നോട്ട് സഞ്ചരിക്കുവാൻ ആവശ്യമായ വെളിച്ചം അവൻ സംവിധാനിക്കുകയും വയഗ്ഫിർ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പൊറുക്കുകയും ചെയ്യും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാമയനുമാണ്. പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസികളെ, ഒരു ദിവസം നമ്മുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരിലേക്ക് കടന്നുവന്നു. അങ്ങേയറ്റം സന്തുഷ്ടനും മുഖത്ത് വല്ലാത്ത ഒരു പ്രസന്നത പ്രകടവുമായിരുന്നു. ഉടനെ സ്വഹാബികൾ പ്രവാചകരോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നാ ലനറ സ്സുറൂറ ഫീ വജ്ഹിക്, പ്രവാചകരെ, അങ്ങയുടെ മുഖത്ത് ഒരു സന്തോഷം ഞങ്ങൾക്ക് കാണാനാവുന്നല്ലോ. പ്രവാചകർ പറഞ്ഞു, ഇന്നഹു അതാനി മലക്, എനിക്കിപ്പോൾ ഒരു മലക്ക് ആഗതനായിരുന്നു. എന്നിട്ട് ആ മലക്ക് എന്നോട് പറഞ്ഞു, യാ മുഹമ്മദ്, അമാ യുർദീക അന്ന റബ്ബക അസ്സ വജല്ല യഖൂൽ ഇന്നഹു ലാ യുസല്ലി അലൈക അഹദും മിൻ ഉമ്മതിക ഇല്ലാ സല്ലൈതു അലൈഹി അശ്റ. ആ മലക്ക് എന്നോട് ഇങ്ങനെയാണ് ചോദിച്ചത്, പ്രവാചകരെ, താങ്കളുടെ മേൽ താങ്കളുടെ ഉമ്മത്തിലെ ആരെങ്കിലും ഒരാൾ ഒരു സ്വലാത്തു ചൊല്ലിയാൽ അതിനു പകരമായി അല്ലാഹു അയാൾക്കു വേണ്ടി 10 സ്വലാത്ത് ചൊല്ലുമെന്ന്, 10 കാരുണ്യം ചെയ്യുമെന്ന് അല്ലാഹു തീരുമാനിക്കുന്നത് താങ്കൾക്ക് തൃപ്തികരമല്ലേ? തുടർന്ന് ആ മലക്ക് ഇങ്ങനെ കൂടി പറഞ്ഞു, വലാ യുസല്ലിമു അലൈക അഹദും മിൻ ഉമ്മതിക ഇല്ലാ സല്ലംതു അലൈഹി അശ്റ. താങ്കളുടെ ഉമ്മത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ അങ്ങയുടെ പേരിൽ ഒരു സലാം ചെല്ലുന്നുവെങ്കിൽ അല്ലാഹു അദ്ദേഹത്തിന് 10 സലാം ചെല്ലുന്നത് താങ്കൾക്കു തൃപ്തികരമല്ലേ? പ്രവാചകർ പറഞ്ഞു, ഞാൻ പറഞ്ഞു, തീർച്ചയായും എനിക്കത് സന്തോഷകരമാണ് എന്ന്. പുണ്യപ്രവാചകരെ, അങ്ങയുടെ സ്ഥാനം എത്ര മഹത്തരമാണ്, അങ്ങയുടെ പദവി എത്ര ഉന്നതമാണ്. എങ്ങനെയാണ് അതാവാതിരിക്കുക? അങ്ങയുടെ പേരിലാണല്ലോ അല്ലാഹു സ്വലാത്തു ചൊല്ലിയത്, അല്ലാഹുവിന്റെ സമീപസ്ഥരായ മലക്കുകൾ സ്വലാത്തു ചൊല്ലിയത്, സത്യവിശ്വാസികളോട് സ്വലാത്തു ചൊല്ലുവാൻ അല്ലാഹു കൽപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് നിങ്ങൾ പാരായണം ചെയ്തിട്ടില്ലേ? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു തന്റെ പ്രവാചകനെ അനുഗ്രഹിക്കുന്നു, പ്രവാചകർക്ക് സ്വലാത്തു ചൊല്ലുന്നു. അവന്റെ മലക്കുകളും അള്ളാഹുവിന്റെ അനുഗ്രഹം പ്രവാചകർക്കുണ്ടാവാനായി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങളും ആ പ്രവാചകനു വേണ്ടി സ്വലാത്തും സലാമും ചൊരിഞ്ഞുകൊണ്ടിരിക്കുക. വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലുന്നതിന്റെ മഹത്വം ആളുകൾ യഥാവിധം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവരവരുടെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും സ്വലാത്ത് വർദ്ധിപ്പിക്കുമായിരുന്നു. രാവിലും പകലിലും അവർ സ്വലാത്ത് ഉപേക്ഷിക്കുമായിരുന്നില്ല. കാരണം സ്വലാത്തു കൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകപ്പെടുന്നത്, നമ്മുടെ പ്രതീക്ഷകൾ സ്വീകരിക്കപ്പെടുന്നത്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ആരംഭിച്ചു.
അദ്ദേഹം തുടങ്ങിയത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും പ്രവാചകരുടെ പേരിൽ സ്വലാത്ത് വർഷിച്ചുകൊണ്ടുമായിരുന്നു. ഈ പ്രാർത്ഥനയുടെ പ്രാരംഭം കേൾക്കാനിടയായ പ്രവാചകർ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ആവർത്തിച്ചിങ്ങനെ പറഞ്ഞു, സൽ തുഅത സൽ തുഅത, താങ്കൾ അള്ളാഹുവിനോട് വേണ്ടതെല്ലാം ചോദിച്ചുകൊള്ളുക. ഇങ്ങനെ ആരംഭിക്കുന്ന പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരം നൽകും. വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നാം സ്വലാത്തു ചൊല്ലുമ്പോൾ അതുവഴി പാപങ്ങൾ പൊറുക്കപ്പെടും, കുറ്റങ്ങൾ മായ്ക്കപ്പെടും, നമ്മുടെ മനസ്സിന്റെ ആകുലതകളും പ്രതിസന്ധികളും നീങ്ങും. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ സംഭവം നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞു, ഇന്നി ഉക്സിറു സ്വലാത്ത അലൈക ഫകം അജ്അലു ലക മിൻ സ്വലാത്തി. പ്രവാചകരെ, ഞാൻ എന്റെ ആരാധനകളിൽ അങ്ങേക്കു വേണ്ടി ധാരാളമായി സ്വലാത്തു ചൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ ആരാധനകളിൽ, പ്രാർത്ഥനകളിൽ എത്രയാണ് സ്വലാത്തിനായി മാറ്റിവെക്കേണ്ടത്? പ്രവാചകർ പറഞ്ഞു, മാ ശിഅ്ത, താങ്കൾ ഉദ്ദേശിക്കുന്ന അത്ര ചെയ്യാം. അദ്ദേഹം ചോദിച്ചു, അർറുബ, 4/1 മതിയാവുമോ? പ്രവാചകർ പറഞ്ഞു, മാ ശിഅ്ത ഫഇൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക, താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലെ ചെയ്യാം. 4/1 വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ അതും താങ്കൾക്ക് ഗുണകരമാണ്. അവസാനം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു, അജ്അലു ലക സ്വലാത്തി കുല്ലഹ, ഞാൻ എന്റെ പ്രാർത്ഥനകൾ മുഴുവൻ അങ്ങേക്കു വേണ്ടിയുള്ള സ്വലാത്താക്കി മാറ്റുകയാണ്. ഉടനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, ഇദൻ തുക്ഫാ ഹമ്മക വയുഗ്ഫറു ലക ദംബുക്, താങ്കൾ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ താങ്കളുടെ മനോവ്യഥകൾ ഇല്ലാതാകും, പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലുക വഴി നാം അന്ത്യനാളിൽ പ്രവാചകരുടെ ഏറ്റവും സമീപസ്ഥരായി മാറും. ആ പ്രവാചകരാണ് നമ്മളോട് പറഞ്ഞത്, ഔലൻ നാസി ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാത്തൻ, അന്ത്യനാളിൽ എന്റെ തൊട്ടടുത്തിരിക്കുന്നയാളുകൾ എനിക്കുമേൽ ഏറ്റവും കൂടുതൽ സ്വലാത്തുകൾ ചൊല്ലിയവരാണ്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിന്റെ പ്രതിഫലം നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താനാവില്ല. അതിനെ ഒരു പരിധിയിൽ നിർത്താനും നമുക്ക് സാധിക്കുകയില്ല. പിന്നെയും എന്തുകൊണ്ടാണ് ആളുകൾ സ്വലാത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധരാവുന്നതും അതിന് പിശുക്കു കാണിക്കുന്നതും എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പ്രവാചകർ പറയുന്നത് അവർ കേട്ടിട്ടില്ലേ, അൽ ബഖീലു മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, നിങ്ങളിലെ യഥാർത്ഥ പിശുക്കൻ ആരാണെന്ന് ചോദിച്ചാൽ എന്റെ പേരു പറയപ്പെട്ടിട്ടും അപ്പോൾ സ്വലാത്തു ചൊല്ലാൻ സാധിക്കാത്തവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവാചകരെ ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസികളെ, പ്രവാചകർക്ക് ധാരാളമായി സ്വലാത്തും സലാമും ചൊല്ലുക. നമ്മുടെ മക്കൾക്ക് അതൊരു ശീലമാക്കി മാറ്റുക. അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും ബറക്കത്തായിരിക്കും, ഐശ്വര്യമായിരിക്കും. അള്ളാഹുവിൽ നിന്ന് സ്വർഗം നേടിയെടുക്കാൻ നമുക്ക് തൗഫീഖുമുണ്ടാവും. സത്യവിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ സമയങ്ങളും സ്വലാത്തുകൊണ്ട് നിറക്കുവാൻ നമുക്ക് സാധിക്കണം, വിശിഷ്യ വെള്ളിയാഴ്ചകളിൽ. കാരണം പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും പവിത്രമായത് വെള്ളിയാഴ്ചയാണ്. ഫഅക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫീഹ്, അതുകൊണ്ട് വെള്ളിയാഴ്ച നിങ്ങൾ ധാരാളമായി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. കാരണം ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, നിങ്ങളുടെ സ്വലാത്തുകൾ എനിക്ക് ദൃശ്യമാക്കപ്പെടുന്നുണ്ട്. നമ്മുടെ പള്ളികളിൽ നിന്ന് ബാങ്കിന്റെ ഈരടികൾ കേൾക്കുമ്പോൾ മുഅദ്ദിൻ പറയുന്നത് പോലെ നമ്മളും ആവർത്തിച്ചു പറയുക. ബാങ്കു കഴിഞ്ഞാൽ നാം അള്ളാഹുവിന്റെ പ്രവാചകരുടെ പേരിൽ സലാത്ത് ചൊല്ലുക. ശേഷം നമ്മുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത വിശിഷ്ട പദവിക്കു വേണ്ടി നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവ എന്നു തുടങ്ങുന്ന പ്രാർത്ഥനയാണ് ഇവിടെ ഉദ്ദേശ്യം. അതുവഴി നമുക്ക് അള്ളാഹുവിൽ നിന്ന് കാരുണ്യവും വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിനുള്ള സൗഭാഗ്യവും നേടിയെടുക്കാനാവും. യാ അയ്യുഹർ റാജൂന മിൻഹു ശഫാഅത
സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. വിശുദ്ധ പ്രവാചകരുടെ ശഫാഅത്ത് പ്രതീക്ഷിക്കുന്നവരെ നിങ്ങൾ അതിനായി ആ പ്രവാചകരുടെ മേലിൽ സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.